നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മുടെ ഇന്ന് സർവേയുടെ അന്തിമ ഫലം പുറത്തു വന്നു. മറുനാടൻ സർവേ. ഈ മറുനാടൻ സർവേ എന്ന് പറയുന്നത് ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു സർവേയാണ്. വൈകിയപ്പോഴത്തേക്ക് ബഹളമാണ്, എല്ലാവരും വിളിക്കുന്നുണ്ട്. അതിന് ആ വൈകിയത് എന്താണെന്ന് പ്രേക്ഷകരോട് പറയേണ്ടത്. അതായത് നമ്മൾ കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഉണ്ടാകുക എന്ന ലക്ഷ്യത്തിൽ പുറത്ത് ഒരു സ്റ്റുഡിയോയെ കൊടുത്താണ് നമ്മൾ ഇത്തവണ റെക്കോർഡ് ചെയ്തത്. അപ്പം അതിന് ക്വാളിറ്റി ഉണ്ട്, അതിൻ്റെ അവതരണ രീതിയൊക്കെ നല്ലതാണ്. പക്ഷേ അവരുടെ ഒരു ടൈമിങ്ങിന് പ്രോബ്ലം ഉണ്ട്. കാരണം ഇത് വലിയ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന അവർക്ക് ഈ അവസാന നിമിഷം കൊണ്ട് കൊടുത്താൽ ചെയ്യാൻ അവർക്ക് ഒരുപാട് വർക്കുണ്ട്. അതാണ് ഗ്രാഫിക്സിൽ ചെറിയ പശയൊക്കെ ഇന്നലെ പറ്റി. അതെ, ഇന്നലെ അത് നമ്മൾ നോക്കി കൃത്യമായാണ് അവതരിപ്പിച്ചത്. പക്ഷേ ഗ്രാഫിക്സ് അവർ കാണിച്ചതിനകത്ത് ഒന്ന് രണ്ട് വടക്കാഞ്ചേരിയും കുന്നത്താട് ഭയങ്കരമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. കുന്നത്താടിലെ സജീന്ദ്രനായിരുന്നു മുന്നിൽ. പക്ഷെ സജീന്ദ്രന്റെ ആ ശതമാനം ശ്രീനിജന് കാണിച്ചു. അങ്ങനെ കാണിച്ചു. ആ വാസ്തവത്തിൽ സജീന്ദ്രനാണ്. നമ്മൾ സജീന്ദ്രൻ എന്നാ പറഞ്ഞത്. അവർ എഴുതിയപ്പോൾ ഈ സജീന്ദ്രനും ശ്രീനിജനെല്ലാം ഒരേ പേരായോണ്ട് ഇന്നലെ ഒരു TV ചാനലിൽ കണ്ടായിരുന്നല്ലോ, കുന്നത്താട് തന്നെ അവർക്കും കുഴപ്പമായി. ബിഗ് ടിവിയിൽ അവര് മുൻ മന്ത്രി ബാബു ദിവാകരൻ അവിടെ മത്സരിക്കുന്നത് സുജയ പാർവതി പറഞ്ഞപ്പം ജോഷി അത് സ്ഥിരീകരിക്കുകയാണ്. അത് വളരെ വലിയൊരു തെറ്റാണ്, വളരെ ഗുരുതരമായ തെറ്റ്. ഒന്നാമത് കുന്നത്താട് ഒരു സംവരണ മണ്ഡലം, ഒരു ഫാക്ട്, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകുന്ന പോലെയല്ല. അത് മാത്രമല്ല, അവരെ 2021 സജീന്ദ്രൻ ജയിച്ചെന്നും വി പി സജീന്ദ്രന് പകരം VP ശ്രീനിജൻ എന്നൊക്കെ പറഞ്ഞ് ഇവരാകെപ്പാടെ തത്രിച്ചിട്ട് അതിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് ഈ ശ്രീനിജനും സജീന്ദ്രനും ഏകദേശം ഒരുപോലുള്ള PV ശ്രീനിജനും VP സജീന്ദ്രനുമാണ്. പക്ഷേ കൊച്ചിയിൽ ജോലി ചെയ്ത രണ്ട് വ്യക്തികളാണ് ഇത്, സുജയും. അല്ല, പക്ഷെ രണ്ട് തെറ്റ് വരരുത്. ബാബു ദിവാകരന്റെ പേര് കേട്ടപ്പോൾ പഴയ മന്ത്രിയാണെന്ന് തോന്നി, പക്ഷേ RSPയുടെ മന്ത്രിയാണെന്ന് ഉദ്ദേശിച്ചത്. അതെ, അത് മാത്രമല്ല, ഇത് പിന്നെ സംവരണ മണ്ഡലമാണെന്ന് ഓർത്തോണം. സംവരണ മണ്ഡലം മാത്രമല്ല, ബാബു ദിവാകരൻ എന്ന് പറയുന്ന NDAയുടെ അവിടുത്തെ സ്ഥാനാർത്ഥിയെ NDA കേരളത്തിൽ പ്രഖ്യാപിച്ച ആദ്യത്തെ സ്ഥാനാർത്ഥി. അത് മാത്രമല്ല, അതിനകത്തൊരു കാര്യം സർപ്രൈസ് ആയിരുന്നു. അടൂരിൽ നിന്നുള്ള ബാബു ദിവാകരൻ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, അദ്ദേഹത്തെ നേരെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. NDAയുടെ ആദ്യ സ്ഥാനാർത്ഥിയായിട്ട് 2020 പ്രഖ്യാപിക്കുന്നു. വലിയ വാർത്തയായതാണ്. എന്നിട്ടാണ് ഈ അത്രയും വലിയൊരു മിസ്റ്റേക്ക് അവർക്ക് സംഭവിച്ചിരിക്കുന്നത്. മിടുക്കനാണ് അദ്ദേഹം, അല്ലേ? അതെ, ബാബു ദിവാകരൻ മിടുക്കനാണ്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്താ, ഞാൻ കുന്നത്താട്ടി സർവേ എടുത്ത ആളാണ്. വളരെ ദൗർഭാഗ്യകരം എന്ന് പറയാം. BJPയിൽ ചേർന്നത് വലിയ തിരിച്ചടിയാകും. ഇത് ആദ്യം നമ്മൾ ഈ സർവേയിലേക്ക് പോകുമ്പോൾ ആദ്യം സംസാരിക്കേണ്ട ഒരു കാര്യം അതാ. നമ്മൾ സർവേയുടെ കണക്കിലേക്ക് പോകുമ്പോൾ, അതായത് ഈ നമ്മൾ വിചാരിക്കുന്നത് മാതിരിയല്ല രാഷ്ട്രീയം എന്നതിന് തെളിവാണ് 2020 എന്ന് പറയുന്നത് വലിയൊരു ജനകീയ പ്രസ്ഥാനമായി വളർന്നു വന്നു. അതെ, ആ ജനകീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ തവണ കുന്നത്തുനാട് ഒരു MLA ഒരാൾ മത്സരിക്കുന്നു. അതെ, തരംഗമുള്ള പിണറായിയുടെ ഒരു തരംഗമുണ്ട്. തരംഗം ഉള്ളത് കൊണ്ട് മാത്രം തോറ്റുപോയതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ 2020 BJPയുടെ ഭാഗമാകുമ്പോൾ BJPക്ക് കിട്ടുന്ന വോട്ട് എത്തുമാവട്ടെ, 5000 6000 എത്രയായാലും ആ വോട്ടും 2020യുടെ വോട്ടോട് ചേരുമ്പോൾ വിജയം ഉറപ്പാണെന്നാണ് നമ്മൾ കരുതുന്നത്. അത് അങ്ങനെയാണ് പല സർവേകളും വന്നിരിക്കുന്നത്. അങ്ങനെയാണ് സർവേ വന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ഇത് തന്നെയാണ് ഈ പൂഞ്ഞാറിൽ സംഭവിച്ചത്. അതെ, PC ജോർജ് കഴിഞ്ഞ രണ്ടാം തവണ എത്തി, ചെറിയ വ്യത്യാസത്തിലാണ് 10000 വോട്ട്. ആ വോട്ടും BJPക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി 20,000 വോട്ടുണ്ട്. അതിന് കിട്ടിയാൽ ജോർജ് ജയിക്കുമെന്നുള്ളതാണ് ഒരു ധാരണ. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ വേറൊരു തരത്തിലാണ് പൊതുസമൂഹം കാണുന്നത്. അതെ, ശരിയാണ്. ആ ഒരു ധാരണ മാറാൻ BJPക്ക് ഒരു കുറച്ച് സീറ്റ് കിട്ടണം. അതുവരെ ഇന്നിപ്പോൾ ഞാൻ സക്കറിയ പുൻകുന്നം എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറുണ്ട്, അറിയാം. വലിയ ഫോട്ടോഗ്രാഫർ, എന്നോട് വലിയ സ്നേഹമാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം കൊണ്ട് അദ്ദേഹം ഒരു സംഖ്യയായി മാറിയതാണ്. അദ്ദേഹം പരസ്യമായി പറയുകയും സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ആളാണ്. അദ്ദേഹം ഒരു കടുത്ത ദേശീയവാദിയാണ്. അപ്പം മോദിയും കേരള ക്രിസ്ത്യാനിയും നല്ല ക്രിസ്ത്യാനിയാണ്. എല്ലാ ക്രിസ്ത്യാനിയും BJPയിലേക്ക് ചേരണമെന്ന് കഠിനമായി ആഹ്വാനം ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ സർവേ വന്നപ്പം കാഞ്ഞിരപ്പള്ളിയിൽ 15 14 15 കണ്ടുള്ളൂ. ഞാനത് കൃത്യം നോക്കുന്നു. പുള്ളി വളരെ വൈകാരികമായി എനിക്ക് മെസ്സേജ് ഇട്ടു. പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിച്ചിട്ടില്ല നിങ്ങൾ കോൺഗ്രസ്സുകാരനാണെന്ന്. പക്ഷെ നിങ്ങൾ കോൺഗ്രസ്സുകാരനാണ്, നിങ്ങൾ കോൺഗ്രസ് ജയിപ്പിക്കാൻ ശ്രമിച്ചു. ഇതിൻ്റെ അകത്തുള്ളൊരു ഇവരൊക്കെ മറന്നു പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിലുള്ള, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് BJP വിരോധിയല്ല, BJPക്ക് സീറ്റ് കിട്ടുന്നതിനും ആഗ്രഹിക്കുന്ന ആളാണ്. എന്തിനാന്ന് വെച്ചാൽ വളരെ കൃത്യമായ കാരണമാണ്. കാരണം BJP ഇങ്ങനെ ഒറ്റപ്പെടുത്തി അകറ്റി നിർത്തേണ്ട പാർട്ടിയല്ല. രാജ്യം ഭരിക്കുന്ന പാർട്ടി കേരളത്തിൽ ഇല്ലാതിരിക്കുന്ന ക്ഷീണം കേരളത്തിനാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇത് ബദലില്ല, അതിൻ്റെ ഒരു ഉദാഹരണമാണ്. നമ്മുടെ സർവേയിൽ മാത്രമാണ് നോട്ടയ്ക്കും മറ്റുള്ളവർക്കും പെർസെൻറ്റേജ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു സർവേയിൽ നോട്ടയോ മറ്റുള്ളവരോ കാണിക്കണം.
നോട്ട വളരെ ഇടുക്കിയിലൊക്കെ നോട്ടയാണ് കൂടുതൽ നമുക്ക് കിട്ടുന്നത്. ധർമ്മടത്ത് 4-5% നോട്ട. അത് അപ്പൊ നമ്മളത് പറയണം. അതായത് ഈ ഇടത് വലത് മുന്നണികൾക്ക് ബദലായി ഈ BJP കാണുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നോട്ടയും മറ്റുള്ളവരും. അവിടെയാണ് അപ്പം പറഞ്ഞു വരുന്നത് അദ്ദേഹം വളരെ വൈകാരിക. പക്ഷെ ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ കേരളത്തിലെ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ സമയമെടുക്കും. അതെ, തൃശ്ശൂരിൽ ആ പരീക്ഷണം വിജയിച്ചു. അത് സുരേഷ് ഗോപി എന്ന ഒരൊറ്റ കഥാപാത്രത്തിന്റെ മേന്മയാണ്. അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തു. BJP എന്ത് രണ്ടും കൽപ്പിച്ചത് പിടിച്ചെടുത്തു എന്ന് പറയും. അത്തരത്തിലൊരു നീക്കം അവർ തിരുവല്ല നടത്തുന്നുണ്ട്. ജയിക്കത്തില്ലെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ അവിടെ പാലായി പറ്റുന്നുണ്ട്. ഈ തിരുവല്ലയിലെ വിഷയം പറഞ്ഞാൽ തിരുവല്ലയിൽ എത്ര വോട്ട് കൂടുതൽ അദ്ദേഹത്തിന് മേടിക്കാൻ സാധിക്കുന്നു എന്നുള്ളിടത്ത് മാത്രമേ ഇമ്പാക്ട് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ സാധിക്കുന്നുള്ളൂ. അവിടെ ഇപ്പൊ ഈ 3 ക്രിസ്ത്യൻസ് ആണല്ലോ സ്ഥാനാർത്ഥികളായിട്ട്. 2 പേര് മർത്തോമ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ, 2 പേരും മർത്തോമ സഭയിലെ അച്ഛന്മാരുടെ പ്രധാനപ്പെട്ട ഒരാൾ സഭയുടെ ട്രസ്റ്റി ആയിരുന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള മത്സരത്തിനിടയിലേക്ക് ഈ അനൂപ് ആന്റണി വരുന്ന ഉടനെ എത്ര വോട്ട് അവരിൽ നിന്ന് പുള്ളിക്ക് പിടിക്കാവുന്നുള്ളത് മാത്രമേ അതിനകത്ത് ചെയ്യാൻ പോകുന്നു. കാരണം തിരുവല്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ട് NDA പിടിച്ചത് BDJS മണ്ഡലം കൊടുത്ത സമയത്ത് അക്കീരമൺ കാലദാസ് ഭട്ട് 33,000 വോട്ടോളം പിടിച്ചു. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 18-20 എങ്ങാണ്ട് മാത്രമാണ് BJPക്ക് വോട്ട് കിട്ടിയത്. ആ 33 ഇത് കൊണ്ട് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അല്ല, അപ്പൊ പറഞ്ഞത് ഇതാണ് ഒരു യാഥാർത്ഥ്യം. അവിടെയാണ് നമ്മൾ 2020 തിരിച്ചു വരാം. 2020 BJP അങ്ങോട്ട് ചേർന്നാൽ നമ്മുടെ കണക്കനുസരിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ജയിക്കേണ്ടതാണ്. കുന്നത്ത് നടക്കുക അവർ ജയിക്കണം. പക്ഷേ 2020 കഴിഞ്ഞ തവണ കിട്ടിയ അത്രയും വോട്ട് പോലും കിട്ടാത്ത സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മുടെ സർവേ സൂചിപ്പിക്കുന്നത്. നമുക്ക് അങ്ങനെ പറയാം. അതായത് 2020 വോട്ടും കിട്ടില്ല, BJPയുടെ വോട്ടും കിട്ടില്ല. 2020 നിന്ന് ഈ 2020 വോട്ട് ചെയ്തിരുന്ന ആളുകൾ നിഷ്പക്ഷരായ ആളുകളായിരുന്നു. 3 മുന്നണിയോട് എതിർപ്പുള്ളവരായിരുന്നു. അതൊരു ബദലായിരുന്നു. ആ ബദലായപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വോട്ട് ചോരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെ, നല്ല വ്യത്യാസം വരും. ഇത് ഇത്തരത്തിലുള്ള ഒരു ട്രെൻഡുകൾ പലയിടത്തും ഉണ്ടാവുന്നു. അപ്പോൾ നമ്മുടെ സർവേയിലെ നിങ്ങൾ പ്രേക്ഷകർ കണ്ടു കാണും. മറുനാടൻ മലയാളി എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാനും രമേശൂടാണ്, നിങ്ങൾ എല്ലാവരും ഇവിടെ, ഞാൻ രമേശൂരിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിയാണ് കയറിയിരിക്കുന്നത്. 3 എപ്പിസോഡായിട്ടാണ് വന്നത്. ഉത്തര കേരളം, മധ്യ കേരളം, ദക്ഷിണ കേരളം. ആ ദക്ഷിണ കേരളത്തിലെ ഫലവും കൂടെ പുറത്തു വന്നപ്പോൾ നമ്മുടെ ആകെയുള്ള ഒരു കണക്കിൽ 81 സീറ്റ് UDF 55 സീറ്റ് LDF നേടും. 3 സീറ്റ് BJPക്ക്, 1 സീറ്റ് BJPക്കോ അല്ല UDF മഞ്ചേശ്വരം. ഇതാണ് നമ്മുടെ ഒരു കണക്ക് വന്നത്. പിന്നെ അത് ഒരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. ഒന്ന്, മറ്റു പലരും ചെയ്യുന്ന മാതിരി ഇപ്പം ചാനലുകളൊക്കെ ചെയ്തിട്ട് വളരെ സേഫ്റ്റി കോർണർ എന്നുണ്ട്. ഇപ്പം മനോരമ ആയിരിക്കുന്ന 69 മുതൽ 81 വരെ. അത് തന്നെ തെറ്റാണ്. മറ്റേ ബാത്റൂമി ഇവർക്ക് കൊടുത്തിരിക്കുന്നത് 62 മുതൽ 80 അങ്ങനെ തരത്തിലാണ് കൊടുക്കുന്നത്. ശരിയല്ല. അതായത് 2 പേരും ജയിക്കാൻ തരത്തില്ല. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മുടെ സർവേക്കകത്ത് കണ്ട ഒരു പ്രത്യേകത, ഇതിൻ്റെ ടാബുലേഷനിൽ പൂർത്തിയാക്കേണ്ട പ്രത്യേകത, ഒരുപാട് മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമുണ്ട്. 1-2% ഉള്ളൂ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഈ സർവേയിൽ മറ്റു ഘടകങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പം ചിലയിടത്ത് BJP 3ാമത് പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഗ്രൗണ്ട് സർവേയിൽ BJP 2ാമതാണ്. അതെ, അത് ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഈ സർവേ എടുക്കുന്നത് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്ന ഒറ്റ ചോദ്യത്തിൻ്റെ പുറത്താണ് പലരും സർവേ എടുക്കുന്നത്. അത്രയേ ഉള്ളൂ. അങ്ങനെയല്ല നമ്മുടെ സർവേ. അതാണ് വളരെ എളുപ്പമാണ്. അതായത് നമ്മളൊരു ചോദ്യം കൊടുക്കും, 4-5 ഉത്തരം, LDF, UDF, NDA, നോട്ട, മറ്റുള്ളവർ. ഈ 5 ഉത്തരം കൊടുക്കുന്ന ആൾ ഒപ്പിടുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്നാന്ന് വെച്ചാൽ ഇത് ആളുകൾ ഒന്ന് മടിക്കും. അതായത് അവർക്ക് പരസ്യമായിട്ട് ചെയ്യാൻ അവർക്കൊരു മടി വരും. ഞങ്ങൾ എന്തിനാ നിങ്ങളോട് പറയുന്നത്, ഞങ്ങളോട് ഒരുപാട് പേര് ചോദിച്ചു. അതുകൊണ്ട് തന്നെ പ്രശ്നം വെച്ചാൽ പലരും അങ്ങനെ ചെയ്യുന്നത് അവർ ചെയ്യാത്ത പാർട്ടിക്കായിരിക്കും ഇടുന്നത്. ഇതാണ് ഈ സർവേകൾ പാടാം. അപ്പം നമ്മൾ അതുകൊണ്ട് ചെയ്തിരിക്കുന്നതിന് മാനദണ്ഡം വെച്ചാൽ റാൻഡം സാമ്പിൾ സർവേയുടെ പ്രത്യേകതയാണ്. അതായത് റാൻഡം സർവേയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുബന്ധ ചോദ്യങ്ങൾ കൂടി നമ്മൾ ഫില്ല് ചെയ്യുന്നു. പക്ഷെ എല്ലാവരെയും കൊണ്ടും ഫില്ല് ചെയ്യിപ്പ് നടക്കത്തില്ല. ഇപ്പം നമുക്ക് 2000 സാമ്പിൾ 2000 മൊത്തം ഉണ്ടായിരുന്നു അല്ലേ? ഒരു മണ്ഡലത്തിൽ 2000 സാമ്പിളാണ് ഞങ്ങൾ എടുത്തിരുന്നത്. പക്ഷെ ഒരു 500 സാമ്പിളൊക്കെ അല്ലെങ്കിൽ ഒരു 400-500 സാമ്പിൾ നമ്മൾ ഈ അനുബന്ധ ചോദ്യം കൊടുക്കും. 2 ക്വസ്റ്റ്യനെയർ ആയിരുന്നു. 2 ക്വസ്റ്റ്യൻ, ഒന്ന് അനുബന്ധ അനുബന്ധമായിട്ട്. ഈ അനുബന്ധ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് 10 ആയിരുന്നു. 10 നിന്ന് നമ്മൾ അറിയാൻ ശ്രമിച്ചത് ഭരണവിരുദ്ധ വികാരമുണ്ടോ, അടുത്ത മുഖ്യമന്ത്രി ആരാവണം, ഇവിടെ പ്രതിപക്ഷം എങ്ങനെ പ്രതികരിച്ചു, ഇവിടെ NDAയുടെ റോൾ എന്താണ്, 2020 സിനിമാ താരങ്ങൾ ജയിക്കുമോ, അതുപോലെ നിങ്ങളുടെ മണ്ഡലത്തിലെ വികസനത്തിൽ നിങ്ങൾ സംതൃപ്തരാണോ
ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് 10 ചോദ്യം അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. സംഭവം അത് വെച്ചാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് സർവേ കിട്ടുമ്പോൾ നമ്മൾ എണ്ണി നോക്കുമ്പോൾ അവിടെ UDF ആയിരിക്കും, അല്ലെങ്കിൽ NDA ആയിരിക്കും, അല്ലെങ്കിൽ CPM ആയിരിക്കും. പക്ഷെ അതായിരിക്കത്തില്ല സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. നമ്മൾ സർവേ എടുത്ത ചില മണ്ഡലങ്ങളിൽ NDA രണ്ടാമതുണ്ട്, പക്ഷേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ച് നമ്മൾ ഫൈനൽ ടാബുലേഷൻ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അത് 3-ാം സ്ഥാനത്ത്. ഒരു ഉദാഹരണം പറഞ്ഞ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. മാതൃഭൂമിയുടെ സർവേ എടുത്ത് നോക്കുക. അതെ, മാതൃഭൂമിയുടെ സർവേ പറഞ്ഞിരിക്കുന്നത് 80+ LDF. ഞാനത് നോക്കി മാതൃഭൂമിയുടെ സർവേയിൽ. അതായത് 80+ ആണ്. അത് താഴേക്ക് 73, 72 അങ്ങാണ്, 85, 86, അത് 90 വരെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഒരിക്കലും സംഭവിക്കാത്ത ഒരു അല്ല, ശ്രദ്ധിക്കുക, ഞാൻ ആ സർവേയോടനുബന്ധിച്ച് മാതൃഭൂമിയുടെ ഒരു അനുബന്ധ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടു. നിങ്ങൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ, ഇതാണ് ചോദ്യം. 57% പേരും ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നും 37% പേരും ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നും പറയുന്നു. അപ്പോഴാണ് ഈ എന്നാൽ അതായത് വളരെ സിമ്പിളായ കാര്യമാണ്. ഞാൻ വെറുതെ പറഞ്ഞിട്ട് നോക്കുക, മാതൃഭൂമിയിലെ സർവേയിൽ പങ്കെടുത്ത 57% പേരും ഭരണവിരുദ്ധ വികാരം ഉണ്ടാന്ന് പറഞ്ഞു, 37% പേര് ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ 80 സീറ്റിന് മുകളിൽ കിട്ടി LDF ജയിക്കുന്നു. അതാണ് അതിനകത്തെ വൈരുദ്ധ്യം. അതാണ് വൈരുദ്ധ്യം. അതൊരു വൈരുദ്ധ്യം എന്നല്ല, അതാണ് ഈ സർവേയിൽ അവർക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, അബദ്ധം. സത്യത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയാം. ഉദാഹരണത്തിന് നമ്മുടെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ ഞങ്ങൾ സർവേ നടത്തിയപ്പോൾ ഞങ്ങൾക്ക് ആർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുമെന്ന ചോദ്യത്തിന് ഭൂരിപക്ഷം പേരും വോട്ട് ചെയ്തത് LDF സ്ഥാനാർത്ഥിക്കാണ്. അതെ, കരുനാഗപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി പറയലാണ്. പക്ഷേ കരുനാഗപ്പള്ളി അനുബന്ധ ചോദ്യങ്ങൾ മുഴുവൻ ഈ സർക്കാരിനും LDF-നും എതിരാണ്. അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ നമ്മൾ എന്ത് ചെയ്തു, തിരിച്ചു. ഇതൊരു ഒരു നിർണായകമായൊരു കാര്യമാണ്. അപ്പം ഇത് വളരെ സയൻസ് കൃത്യമായി പ്രയോഗിച്ചാണ് ഈ സാധനം ചെയ്യുന്നത്. അതായത് നമ്മുടെ 2 ക്വസ്റ്റ്യനെയറിൽ ആദ്യത്തെ ക്വസ്റ്റ്യനെയറിൽ കള്ളം പറഞ്ഞ ഒരു വോട്ട് ഇടുന്നു, പക്ഷെ രണ്ടാമത് കൊടുക്കുന്നതിൽ ഒരു 10 ചോദ്യത്തിൽ ഒരു 4 എണ്ണത്തിലെങ്കിലും ഒരു ആത്മാർത്ഥമായിട്ടുള്ള മറുപടി പറയും. അതോടുകൂടി ആ സർവേയുടെ സ്വഭാവം മാറും. ചില മണ്ഡലങ്ങളിൽ ചില ബൂത്തുകളിൽ നമുക്ക് മാറ്റി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതെ, കാരണം വെച്ചാൽ ഇത് തമ്മിലുള്ള വളരെ വിചിത്രമായ പൊരുത്തക്കേട് ഞങ്ങൾ രണ്ടാമത് എടുത്തു. 3 മണ്ഡലങ്ങളിൽ രണ്ടാമത് എടുക്കേണ്ടി വരും. എന്നാൽ ഞങ്ങൾ എങ്ങനെ നോക്കിയിട്ടും ചില മണ്ഡലങ്ങൾക്ക് NDA ഒന്നാമത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ട് ഒരു കാരണവശാലും NDA ഒന്നാമത് വരാൻ ഉള്ള ഒരു സാധ്യതയും ആ മണ്ഡലങ്ങളിൽ ഇല്ല. അങ്ങനെയാണോ ആറ്റിങ്ങൽ ഇപ്പോൾ ഒന്നാമത് വന്നിരിക്കുന്നത്? അറിയില്ല, നിങ്ങളല്ല ചെയ്തിരിക്കുന്നത്. അല്ല, ഞങ്ങൾ ചെയ്ത അടൂരിൽ NDA രണ്ടാമത് വരാനുള്ള സോഴ്സ് ഉണ്ട് അവിടെ. സ്വാഭാവികമായിട്ട് നമുക്ക് വിശ്വസിക്കാം. പന്തളം പ്രതാപൻ. അതിലൊക്കെ ഉപരി ഞങ്ങൾ ആ സാമ്പിൾ എടുത്തത് പാർട്ടി ഗ്രാമങ്ങളിൽ ആയിരുന്നു. അപ്പം അങ്ങനെ വരുന്നു, അവർ എതിരെ തന്നു. എന്താണെന്നറിയില്ല, ഈ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഈ പാർട്ടി ഗ്രാമങ്ങളിൽ കൂടി നിൽക്കുന്ന ആൾക്കാർ പറയുന്നത്, സാറേ ഞങ്ങളൊക്കെ CPM, പിന്നെ എങ്ങനെ ഈ NDA വോട്ട് വന്നു എന്നുള്ളതാണ് നമ്മുടെ സംശയം. നമുക്ക് ഈ MDA മുന്നിൽ വന്നപ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷനായി. ഞങ്ങളപ്പോൾ എന്ത് ചെയ്തു, കുറച്ചുകൂടെ അങ്ങോട്ട് മാറി, കുറേ ഗ്രാമപ്രദേശം കുറച്ചുകൂടെ മാറി എടുക്കാൻ തുടങ്ങി. എടുത്തു കഴിഞ്ഞപ്പോൾ ശരിക്കും UDF നല്ല ഭൂരിപക്ഷത്തിൽ മുന്നിൽ വരുന്നു. അപ്പോഴും NDA രണ്ടാമതാണ്. അപ്പോൾ ഞാനപ്പോൾ അവിടെ കുറച്ച് നമുക്കറിയാവുന്ന നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിച്ചു. അതിലെല്ലാം ഉപരിയായിട്ട് A+ മണ്ഡലമാണ് BJP അടൂർ. പിന്നെ പന്തളം പ്രതാപൻ എന്ന് പറയുന്ന ആള് പന്തളം സുധാകരൻ്റെ അനിയനാണ്, കോൺഗ്രസിന്റെ KPCC സെക്രട്ടറി ആയിരുന്ന ആളാണ്. അയാൾക്ക് അവിടെ ഒരു വോട്ട് ബാങ്കുണ്ട്. കഴിഞ്ഞ തവണ അയാൾ തന്നെയാണ് മത്സരിച്ചത്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് അന്ന് അത് കിട്ടിയില്ല എന്ന് ചോദിച്ചാൽ അന്ന് MG കണ്ണനായിരുന്നു UDF. ആ ചിറ്റയം ഗോപകുമാറായിരുന്നു LDF-ന്റെ സ്ഥാനം. ഇതിൽ 2 പേരുടെ ഇടയിൽ നിന്ന് വോട്ട് ഇങ്ങോട്ട് പോകാനില്ലായിരുന്നു. പക്ഷെ ഇത്തവണ 2 പുതുമുഖങ്ങൾ, ഒന്ന് ശാന്തകുമാർ എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥിയും പ്രിജി കണ്ണൻ എന്ന് പറയുന്ന CPI-യുടെ സ്ഥാനാർത്ഥിക്ക് ആ മണ്ഡലത്തിൽ ചലനം ഉണ്ടാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. സ്വാഭാവികമായിട്ട് ഒഴുകിയിട്ടുണ്ട്. അപ്പം മാറ്റം ഉണ്ടാവും. അതാണ് നമ്മുടെ ഒരു അനുമാനം. ഇത് വളരെ വിചിത്രം. ഉദാഹരണത്തിന് ആറ്റിങ്ങൽ നമ്മുടെ സർവേയിൽ നമ്മൾ ഒരിക്കലും ആറ്റിങ്ങൽ BJP മുമ്പിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അല്ല, വരാം. എന്തുകൊണ്ട് വന്നുകൂടാ? എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ അല്ല, പക്ഷെ അതേസമയം കഴക്കൂട്ടത്ത് മുരളീധരൻ മത്സരിക്കുന്ന കഴക്കൂട്ടത്ത് എത്തിയില്ല. അത് പറ്റില്ല. അത് വേറെ കഴക്കൂട്ടത്ത് മുരളീധരൻ ജയിക്കുമെന്നുള്ളതായിരുന്നു നമ്മുടെ കാൽക്കുലേഷൻ. പക്ഷേ മുരളീധരൻ എത്തിയില്ല. എന്ന് മാത്രമല്ല, വളരെ വിചിത്രമായൊരു പ്രതിഭാസം കഴക്കൂട്ടത്ത് കണ്ടത്, ഈ ശരത്ചന്ദ്ര പ്രസാദ് മുമ്പിൽ വന്നു 3-ാം സ്ഥാനത്ത് എത്തുമെന്നാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ. അല്ല, അവിടെ എനിക്ക് തോന്നുന്നത് ഈഴവ ഭൂരിപക്ഷമുള്ള, അത് ലോക്കൽ ഈഴവ കമ്മ്യൂണിറ്റി അതാണ്. അത് മാത്രമല്ല, ശരത്തിന്
രക്തസാക്ഷി പരിവേഷം ഉണ്ടല്ലോ ഈ കോൺഗ്രസിലെ ഒരു രക്തസാക്ഷി പരിവേഷം, ഒരു പുള്ളിക്ക് ഒരു ചാൻസ് കൂടെ കിട്ടട്ടെ എന്നുള്ള ഒരു ചിന്ത കൂടി കാണും. അപ്രതീക്ഷിതം. ഒരിക്കലും കഴക്കൂട്ടത്ത് ഇങ്ങനൊരു മുന്നേറ്റം നമ്മൾ പ്രതീക്ഷിച്ചു. നമ്മളിത് ഈ പറയുന്ന പോലെ ഒന്നുമില്ല, തരംഗം ഉണ്ട് ഓൾറെഡി. ആ തരംഗം എത്രത്തോളം ശക്തമായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ നിയമസഭ. 100-ന് മേളിൽ സീറ്റ് UDF കൊണ്ടുപോയാലും അത്ഭുതപ്പെടാൻ. അല്ല, ഇത് സർവേയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ സർവേയിൽ 81 സീറ്റാണ് കിട്ടുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ട് മാറാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറയാനുള്ള സാധ്യത കുറവാണ്, കൂടാനുള്ള സാധ്യത എന്തായാലും UDF അധികാരത്തിൽ വരുമെന്നുള്ളത് ഉറപ്പാണ്. കൂടാനാണ് സാധ്യത. പക്ഷേ ഇത് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ അത്ഭുതത്തോടെ കാണും, പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് മറുനാടൻ മലയാളി എന്ന് പറയുന്ന പോർട്ടലിൻ്റെയും ഞങ്ങളുടെ വീഡിയോയുടെയും മറുനാടൻ്റെ വീഡിയോയുടെയും പ്രേക്ഷകർ എന്ന് പറയുന്നത് നിഷ്പക്ഷ എല്ലാ പാർട്ടിയിലുള്ളവരുണ്ട്. പക്ഷെ ഒരു ഡോമിനൻ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു മൃദു ഹിന്ദുക്കളാണ്. അതെ, എല്ലാവരും ഉണ്ട്. ക്രിസ്ത്യാനിയുണ്ട്, ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, CPM-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും ഒരു ഡോമിനൻ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈ മൃദു ഹിന്ദുക്കൾ എന്ന് വെച്ചാൽ തീവ്ര ഹിന്ദുക്കളല്ല. അതായത് നമ്മൾ ഈ സംഘി എന്ന് വിളിക്കുന്ന തീവ്ര സംഖ്യകളല്ല. അവർക്ക് നമ്മളൊരു ചെറിയ പിന്നെ വിമർശനം പോലും സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ ദേശീയ കാഴ്ചപ്പാടുള്ള, മോദിയോട് ഇഷ്ടമുള്ള, മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ബാക്കി എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും നമ്മളൊരു ഓൺലൈൻ സർവേ നടത്തിയാൽ, പണ്ട് പോലെ നമുക്കൊരു ഓൺലൈൻ സർവേ നടത്തിയാൽ ഈ കേരളം ഭരിക്കുന്ന BJP ആണെന്ന് തോന്നുന്നു. അതെ, അങ്ങനെ വരത്തുള്ളൂ. അത് ഒരാൾക്ക് എത്ര 10-20 ചെയ്യാമല്ലോ, അവർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു BJP ഡോമിനൻസ് എന്ത് ചെയ്താലും വരുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ പൊതുവെ ഓൺലൈൻ സർവേകളെ ആശ്രയിക്കാറില്ല, ചെയ്യാറില്ല. പക്ഷെ ഇത്തവണ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ മണ്ഡലത്തിലും ആര് ജയിക്കും എന്നുള്ളൊരു ചോദ്യം കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലായിടത്തും UDF-ന് അനുകൂലമായ ഒരു മറുപടി. അത് ഓർക്കണം, നമ്മുടെ സർവേയിൽ, ഓൺലൈൻ സർവേയിൽ പങ്കെടുക്കുന്ന 1,80,000 2 ലക്ഷം പേരാണ്. ഈ 2 ലക്ഷം പേര് ഇതിന് എന്നെ ഞെട്ടിച്ചത്, അതെടുത്ത് പറയാം, പേരാമ്പ്രയിൽ ഈ ഫാത്തിമ തെഹ്ലിയ 57% വോട്ട് കിട്ടുമെന്നാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. TP രാമകൃഷ്ണൻ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ, അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ് ഈ കഴക്കൂട്ടത്തുള്ള മനസ്സിലാക്കേണ്ട കാര്യം. ഒരു പക്ഷേ ഒരു നിശബ്ദമായ ഒരു വേവ് UDF-ന് അനുകൂലമുണ്ട്. അതുകൊണ്ട് എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് വ്യക്തമായ ഇടുക്കി ജില്ലയിലെ 2 മണ്ഡലം, ഉടുമ്പൻചോലയും ഇടുക്കിയും. ഉടുമ്പൻചോലയിൽ എവിടോട്ട് തിരിഞ്ഞാലും സേനാപതി വേണുവിനെ കുറിച്ചാണ് ആൾക്കാർക്ക് പറയുന്നത്. അതിനവർ കാരണം പറയുന്നത്, മണിയാശാനായിരുന്നു നിന്നിരുന്നെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിനെ കൊടുക്കും ചെയ്യുള്ളായിരുന്നു, ഇദ്ദേഹം ആയതുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. മറ്റൊന്ന് റോഷിയുടെ മണ്ഡലത്തിൽ അതിശക്തമായ, ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ മന്ത്രിമാർക്കെതിരെ ഒരു വികാരം ആറന്മുളയിലും ഇവിടെ ഉള്ളൂ. ഇത്രയും ശക്തമായ ഒരു വികാരം ആറന്മുളയിലും ഉണ്ട്. ഈ പറഞ്ഞ റോഷിക്കെതിരെ വളരെ ശക്തമായ വികാരം. 25 കൊല്ലം MLA ആയിരുന്ന ആളാണ്. അതാണ് അത് സാധാരണക്കാർ. പിന്നെ ഇടയ്ക്ക് വരുന്ന ആൾക്കാർ പറയുന്നുണ്ട്, അതായത് ഞങ്ങൾക്ക് CPM-കാരാണ്, ഞങ്ങൾക്കെല്ലാം ഭരണ തുടർച്ച വേണമെന്നുണ്ട്, പിണറായി വിജയനായോണ്ട് ഞങ്ങൾക്ക് വേണ്ട. അവിടെയാണ് അപ്പം നമ്മൾ ചോദിച്ചു ബദൽ വയ്ക്കാൻ ആരുണ്ട്? അതിനൊരാളില്ല, ഇല്ല. അവിടെയാണ് എനിക്ക് പിണറായി വിജയന് ശേഷം CPM എങ്ങോട്ട് പോകുന്നുള്ള ഒരു ചിന്ത, ഒരു ചർച്ച വേറെ വെക്കേണ്ടതാണ്. ഇന്ന് എന്നോട് കണ്ണൂരിൽ ഒരു പ്രമുഖൻ വിളിച്ചിട്ട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞത്, ഷാജൻ, ധർമ്മടത്ത് വലിയ ചലഞ്ചാണ് പിണറായി വിജയൻ നേരിടുന്നത്. അതായത് അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പ യൂത്ത് കോൺഗ്രസ് നേതാവാണ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ തളിപ്പറമ്പിൽ അയാൾ മത്സരിച്ച് 25,000 കുറപ്പിച്ചതാണ്. 50,000 ഭൂരിപക്ഷം 27 കുറപ്പിച്ചതാണ് യൂത്ത് കോൺഗ്രസ് നേതാവ്. ഈ തളിപ്പറമ്പിൽ മത്സരിച്ചിരുന്ന അബ്ദുൾ റഷീദ് ധർമ്മടത്ത് മത്സരിക്കുമ്പോൾ 2 കാര്യങ്ങൾ പ്രതിഫലിക്കുന്നു അദ്ദേഹത്തോട് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, അതിശക്തമായി CPIM-നെ പിണറായി വിഴുങ്ങിയെന്നും CPM ഇല്ലാതായി പോകുമെന്നും ഒരു തോന്നൽ പാർട്ടിക്കാർക്കിടയിലുണ്ട്, ഈ പാർട്ടി ഗ്രാമങ്ങളുള്ള. എന്ന് മാത്രമല്ല, അവർക്ക് പിണറായിയുടെ വ്യക്തിപരമായ ആഡംബര ജീവിതത്തെക്കുറിച്ച് ധാരണയുണ്ട്. ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ പിണറായി തൊഴിലാളി വർഗ നേതാവ് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ വീടിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും സഖാക്കളോട് ഇടപെടലിനെക്കുറിച്ചും കാരണം അവർ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി ആയെങ്കിലും ഒരു സാധാരണക്കാരനായ സഖാവ് എന്നുള്ളതാണ്. അപ്പം ധർമ്മടം മണ്ഡലത്തിലുള്ളവർക്ക് പിണറായി വിജയൻ വഴിവിട്ടു പോയി, പിണറായി വിജയൻ പാർട്ടി ഇല്ലാതാക്കി. അതുകൊണ്ട് നല്ല സഖാക്കൾക്ക് ഇക്കുറി നമുക്ക് വോട്ട് മാറി ചെയ്യാം എന്നൊരു തോന്നലുണ്ട്. അപ്പം ഇവരെ ബാധിക്കുന്ന ഒരു ഘടകം ഏതാണെന്നറിയാമോ? ഇവർ പല നല്ല സഖാക്കളും കടുത്ത സംഘവിരുദ്ധരാണ്. അതെ. അപ്പം ഇവരൊരിക്കലും ഈ കോൺഗ്രസ് വോട്ട് ചെയ്തപ്പോൾ സുധാകരൻ അടക്കം വോട്ട് ചെയ്ത സംഖ്യയാവുമെന്ന് പേടിക്കണം. ഇത് പേടിക്കേണ്ട. അബ്ദുൾ റഷീദാണ്.
ഞങ്ങൾ ഒരു ന്യൂനപക്ഷത്തിൽപ്പെട്ടവന് ആണ് കൊടുത്തു എന്ന് മാത്രം രണ്ടാമതൊരു ഘടകം കൂടിയുണ്ട്. ഈ കണ്ണൂരിൽ CPM ഇവരുടെ ആധിപത്യം നിലനിർത്തിയിരുന്ന ഒരു ഘടകം മുസ്ലിം വോട്ട് സ്വാധീനിച്ചായിരുന്നു. അതെ, അതിൻ്റെ ഒരു തുടക്കം കുറിച്ചത് ഇപ്പം എന്നോട് ഞാൻ അഡ്വക്കേറ്റ് ജയശങ്കരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് പോയില്ല. അതിൻ്റെ ഒരു തുടക്കം കുറിച്ചത് ഈ അബ്ദുള്ള കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അയാളൊരു അത്ഭുത കുട്ടി എന്ന് പറഞ്ഞ് അങ്ങോട്ട് പ്രചരിപ്പിച്ചിട്ട് ആ വലിയ അവിടെ ജയിക്കുകയായിരുന്നല്ലോ, 2 തവണ MP ആവുകയാണ് അവിടെ. ഈ 2 തവണ MP ആകുമ്പോഴത്തേക്കും ആ കണ്ണൂരിലെ ആ ഒരു മുസ്ലിം ഐഡന്റിറ്റിക്ക് വലിയൊരു ഒരു അപ്ലിഫ്റ്റ് ഉണ്ട്. CPM ഐത്തം അങ്ങ് മാറി. ഇത് കഴിഞ്ഞ് ഇയാൾ BJP-യിലേക്ക് പോകുന്നു. അതിനെ അവർ പിടിച്ചു നിർന്ന ഷംസീറിനെ കൊണ്ടുവന്നായിരുന്നു. അതെ, ഇപ്പോൾ ആ ഷംസീറിനെ ചവിട്ടി. എന്ന് മാത്രമല്ല ഷംസീർ വളരെ അതൃപ്തനാണ്. ഷംസീർ അതൃപ്തനാണ്. ഷംസീറിനെ ചവിട്ടിയതിന് വേറെ ഉദ്ദേശങ്ങളും ഉണ്ട്. അത് മറ്റൊരു പിന്നെ വേറൊരു പ്രധാന ഘടകം കഴിഞ്ഞ ദിവസം മാത്രമല്ല കണ്ണൂരിൽ മുസ്ലിം കാൻഡിഡേറ്റ് ഇല്ല CPM-ന് ഇത്തവണ. വേറൊരു വിഷയം കൂടെ, പോസ്റ്റൽ വോട്ടുകൾ ഇത്തവണ ആർക്ക് ചെയ്തു എന്നുള്ളത് അറിയാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു സംവിധാനത്തിലാണ് ഇത്തവണത്തെ പോസ്റ്റൽ വോട്ടുകൾ. അതുകൊണ്ട് സർവീസ് സംഘടനകളിൽ ഉൾപ്പെട്ടവർ മുഴുവൻ സർക്കാരിന് തിരിച്ചു കൊടുത്തു. ആണോ? പോലീസ് സേനയിലുള്ള പോലീസ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് എല്ലാ ആൾക്കാർക്കും ഈ ഭരണം എടുത്തു. ഇത് വേണ്ട, ഇനി ഈ ഒരു ടൈം കഴിഞ്ഞു വന്നോട്ടെ, ഇപ്പം വേണ്ട, അവരെല്ലാം മാറ്റിക്കൊത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ പോസ്റ്റൽ ബാലറ്റ് നേരത്തെ ഇവരാ കൈകാര്യം ചെയ്തു. അത് ഇപ്പോൾ ആ പണി നടക്കുക. ഇപ്പം വേറെ ഏതോണ്ടൊരു പ്രോസസ്സ് വന്നിട്ട് ഇലക്ഷൻ കമ്മീഷൻ തന്നെ ആയിരിക്കും, കളക്ടർ മുഖേന തന്നെ എന്തോ ഒരു പരിപാടി വന്നിട്ടുണ്ട്. അതുപോലെ വേറെ ഒന്ന് കണ്ടത്, ഇപ്പോൾ കണ്ടത് ഇന്ന് സോഷ്യൽ മീഡിയ കണ്ട എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പോളിംഗ് ബൂത്തുകളിലേക്ക് മൊബൈൽ ഫോണുകൾ കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് ഓൺ ചെയ്തുകൊണ്ട് ഓഫ് ചെയ്ത് വേണേൽ ഓൺ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ ധർമ്മടത്ത് അതുപോലെ പാർട്ടി ഗ്രാമങ്ങളിലുള്ളവർ നേരത്തെ വോട്ട് ചെയ്ത് വെച്ചതിൻ്റെ ഫോട്ടോ എടുത്ത് കൈ വെക്കും. ഈ വാരി എന്നുള്ള സംശയം വരുമ്പോൾ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തവണ അങ്ങനെ ഒരു നിരീക്ഷണം ഇല്ലാത്തതുകൊണ്ട് ഷുവറായിട്ടും പാർട്ടിക്കാരൻ മാറ്റി ചെയ്യേണ്ടവൻ ഉറപ്പായിട്ടും മാറ്റി ചെയ്യും. അല്ല, അങ്ങനെ ഒരു വലിയ മാറ്റം അവിടെ ഉണ്ടായാൽ അവിടെ പിണറായി വിജയൻ തോൽക്കത്തില്ല എങ്കിൽ പോലും ഭൂരിപക്ഷം വലിയ മുസ്ലിം വോട്ടിന്റെ ഒരു വലിയ ധ്രുവീകരണവും ഏതാണ്ട് 20% എങ്ങാണ്ട് മുസ്ലിം വോട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ഭരണനഷ്ടത്തിനൊപ്പം പിണറായി വിജയന്റെ ഭൂരിപക്ഷം കുത്തനെ ഇടിയോടെ ചെയ്താൽ തീർന്നില്ല. പിന്നെ പുള്ളി MLA സാറിന് രാജിവെച്ചിട്ട് പോകുന്നതായിരിക്കും പുള്ളി. നമ്മുടെ സർവേയിലെ മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് മന്ത്രിമാർ പലരും നോക്കുന്നുണ്ട്. മന്ത്രിമാർ ഒരുപാട് പേര് മന്ത്രിമാർ എനിക്കൊന്ന് ജയിക്കുന്നതൊന്ന് റിയാസ് ജയിക്കും, ശശീന്ദ്രൻ ജയിക്കും, ശശീന്ദ്രൻ പിന്നെ ഇദ്ദേഹം പിണറായി വിജയൻ ജയിക്കുമല്ലോ. റിയാസ്, ശശീന്ദ്രൻ, ശിവൻകുട്ടി ചിലപ്പോ ഇല്ല. നമ്മുടെ സർവേയിലല്ല, ശിവൻകുട്ടി നമ്മുടെ സർവേ പ്രകാരം തോക്കുന്ന മന്ത്രിമാര് വീണ, നമ്മുടെ ജയിക്കുന്ന മന്ത്രിമാര് സജി ചെറിയാൻ ജയിക്കും, പ്രസാദ് ജയിക്കും, ഈ പറയുന്ന ഇദ്ദേഹം ജയിക്കും, CPI-യുടെ മന്ത്രിമാര് മിക്കവാറും ചിഞ്ചുറാണി ഒഴികെ CPM-ന്റെ മന്ത്രിമാര് സജി ചെറിയാനും മോദറിയാസ് ഒഴികെ വേറെ ആരുമില്ല. എല്ലാവരും ഉണ്ട്. P. രാജീവ് ജയിക്കും. നമ്മുടെ സർവേ പ്രകാരം P. രാജീവ് ജയിക്കും. പക്ഷേ നമ്മുടെ സർവേയിൽ എനിക്ക് വളരെ വിചിത്രമായി തോന്നിയ ഒരു സംഗതി എറണാകുളമാണ്. 14 സീറ്റിൽ 13 സീറ്റ് UDF ആണ്. പക്ഷേ P. രാജീവ് ജയിക്കും എന്ന് പറയുന്നു. അതേസമയം വൈപ്പിനും കൊച്ചിനും UDF ആണെന്ന് പറഞ്ഞു. എനിക്കത് വൈപ്പിനൊക്കെ UDF കിട്ടുമെന്ന് എനിക്ക് വിശ്വാസം വന്നിട്ടില്ല. നമ്മുടെ സർവേ ആണെങ്കിൽ നമ്മുടെ സർവേ വൈപ്പിനും കൊച്ചിനും ടൈറ്റ് ആണെന്നേ ഉള്ളൂ. വൈപ്പിനൊന്നും UDF-ന് കിട്ടാൻ നമ്മുടെ സർവേയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതുപോലെ ഈ രാജീവിന്റെ സർവേ ഞങ്ങൾ കളമശ്ശേരി പോയതാണ്. രാജീവിന്റെ സർവേയിൽ ടൈറ്റ് ആണ്. നമ്മൾ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ വെച്ച്, പക്ഷേ ഞങ്ങൾ അവിടെ ഒരുപാട് വീടുകളിൽ കയറി, വീടുകളിൽ ഒത്തിരി പോയി. അപ്പോൾ വീടുകളിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു പ്രതികരണം, ചിലർ പറയുന്നു രാജീവ് തന്നെ ഇരിക്കും, പക്ഷെ ചില ആൾക്കാർ പറയുന്നു ഇത്തവണ കഴിഞ്ഞ തവണ പറ്റിപ്പോയി, ഇബ്രാഹിം കുഞ്ഞല്ലേ തോറ്റു, ഇബ്രാഹിമിന്റെ മകൻ. അപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ തവണ പറ്റിപ്പോയി, പക്ഷെ ഇത്തവണ. പക്ഷെ ഇതിന്റെ പ്രോബ്ലം തന്നെ ചില സ്ഥാനാർത്ഥി നിർണയമാണ് എൻ്റെ ഘടകം. ഈ ഇബ്രാഹിം കുഞ്ഞിന്റെ ഇമേജ് ഇല്ല, ഇബ്രാഹിം കുഞ്ഞിന്റെ മകനും ഇമേജ് ഇല്ല. അയാളെ പിന്നെ മത്സരിപ്പിക്കുകയാണ്. നല്ല ഇപ്പൊ ആ സീറ്റ് ലീഗ് ആ സീറ്റ് കോൺഗ്രസിന് കൊടുത്തു കഴിഞ്ഞാൽ ഷിയാസ് ഷിയാസ് അത് ചോദിച്ചുകൊണ്ട് ഈ പറഞ്ഞ ഇബ്രാഹിം കുഞ്ഞിന്റെ മകനെ കൊച്ചിയിലേക്ക് ഇടാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇവർ സമ്മതിച്ചില്ല. ആ സീറ്റ് അവസാന നിമിഷം വരെ സതീശൻ അതിനാണ് ശ്രമിച്ചത്. ഷിയാസ് മത്സരിച്ച് കണ്ണോട് ജയിച്ചത് അതെല്ലാവരും പറയുന്നുണ്ട്. ഷിയാസ് മത്സരിച്ചു എന്ന് മാത്രമല്ല ഇത് തന്നെ അവർക്ക് പറ്റിയ തിരുവമ്പാടി ലീഗ് അവിടെ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ആണ് മാത്രം അവിടെ ജയിക്കൂ. അതെ, ആ ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ കൊടുത്തായിരുന്നേ കണ്ണോട് ജയിക്കായിരുന്നു, കൊടുത്തില്ല. അതുകൊണ്ട് അത് പോകും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഈ കോഴിക്കോട് തിരുവമ്പാടി നടക്കണം, മലപ്പുറം തവനൂർ നഷ്ടപ്പെടാം. 2 പോകും. മലപ്പുറത്ത് 16 സീറ്റിൽ നമ്മുടെ സർവേ കാണിക്കുന്ന 15 UDF ആണ്. തവനൂർ മാത്രമാണ് LDF. പക്ഷേ അവസാന നിമിഷം തവനൂർ ജലീൽ ജയിക്കും. മറ്റേ ജോയിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ
ഇത്തരത്തിലൊരു വലിയൊരു ഇതിനകത്ത് മനസ്സിലാകാൻ പറ്റും ചിലയിടങ്ങളിൽ വലിയ ഒരു ആവേശം. ഉദാഹരണത്തിന് മലപ്പുറത്ത് 16-ൽ 15 UDF, അതെ, ഇവിടെ 14-ൽ 13 UDF, എറണാകുളത്ത്, ഇടുക്കി 5-ൽ 5 UDF, പത്തനംതിട്ട 4-ഉം പിന്നെ ഒരു തരംഗമാണെങ്കിൽ 5 കിട്ടും. പത്തനംതിട്ട പ്രത്യേകിച്ച് റാന്നിയാന്നല്ല, കോന്നി LDF-നാണ്, ബാക്കി UDF-നാണ്. അതിൽ റാന്നി ടൈറ്റ് ആണെന്ന് തോന്നുന്നു. ടൈറ്റാണ്, ടൈറ്റ് സ്വാഭാവികമായിട്ടും കിട്ടാനുള്ള സാധ്യതയുണ്ട്. തരംഗം ഉണ്ടെങ്കിൽ തൂത്തുപറക്കും ഇതെല്ലാം. തെക്കൻ ജില്ലകൾ മുഴുവൻ കൊണ്ടുപോകും. തിരുവല്ലയിലാണ് വളരെ വിചിത്രമായ ഒരു പ്രതിഭാസം കാണുന്നത്. തിരുവല്ലയിലെ എനിക്ക് തോന്നുന്നത് മാത്യു ടി തോമസ് ദീർഘകാലത്തെ അവസാനിപ്പിച്ചുകൊണ്ട് നല്ല നാട്ടുകാർക്ക് മടുത്തു. പിണറായി വിജയനെ മടുത്തു എന്ന് പറയുന്നത് മാത്യു ടി തോമസിനെ മടുത്തു. ഇതിൽ മറ്റൊരു വിചിത്രമായ പ്രതിഭാസം ഞാൻ പറഞ്ഞ ഈ BJP-യുടെ വോട്ട് ബാങ്ക് വർദ്ധിപ്പിച്ചതിന് മറ്റൊരു വിധം പാലയാണ്. അതെ, പാലായിൽ പലയിടങ്ങളും, പാലായും പൂഞ്ഞാറും അത് പെട്ടെന്ന് ഒരു മാറ്റം വന്നു. ഇവർ അച്ഛനും മോനും വന്നതോടെ അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റം കൂടെ വന്നിട്ടുണ്ട്. അല്ല, പാലായിലും പൂഞ്ഞാറിലുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളാണ്. അതെ, ഈ നമ്മുടെ ഇവിടെ അതുപോലെ തന്നെ ഉണ്ട്, പലയിടങ്ങളിലുണ്ട്. ഇപ്പം കഴക്കൂട്ടത്തും നേമത്തും വട്ടിയൂർക്കാവിലും ശക്തമായ ത്രികോണ മത്സരം. ഇപ്പം നേമത്ത് നേരിയ വ്യത്യാസമേ രാജീവ് ചന്ദ്രശേഖരനുള്ളൂ. പക്ഷേ ശിവൻകുട്ടിയേക്കാൾ മുമ്പിൽ കഴിഞ്ഞ പ്രാവശ്യം കഴക്കൂട്ടത്തും നേമത്തും ബഹുദൂരം പിന്നിലായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അതെ, ഇക്കുറി ആ വ്യത്യാസം. അതേപോലെ തന്നെയാണ് വട്ടിയൂർക്കാവ് വന്നപ്പോഴത്തെ, പക്ഷേ മുരളീധരൻ മുമ്പിൽ കയറി. കഴിഞ്ഞ മൂന്നാമതായിരുന്നു, ഇത്തവണ ഒന്നാമതെത്തി. അതെ, എനിക്ക് തോന്നുന്നു ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വം ആയതുകൊണ്ട്. ശ്രീലേഖ തീരെ മോശം സ്ഥാനാർത്ഥിയൊന്നും അല്ല. രാജേഷ് ആയിരുന്നെ കുറച്ചുകൂടെ. എനിക്കത് മുരളീധരൻ്റെ ഇല്ല, രാജേഷിനേക്കാൾ അല്ല, ശ്രീലേഖ നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷെ മുരളീധരന്റെ ഒരു ഗ്രിപ്പുണ്ട്. അത് കരുണാകരൻ മുതലൊരു ഗ്രിപ്പല്ലേ. അയാൾക്ക് അറിയാവുന്ന പോലെ ഈ മണ്ഡലത്തെ മറ്റാർക്കും അറിയാം. പ്രശാന്തിന് അറിയാം, പക്ഷെ പ്രശാന്ത് ഒരു പമ്മനാണ്, ആളുകൾ മടുത്തു. മുരളീധരൻ പോയപ്പോഴാണ് ആളുകൾ പ്രശാന്തിന് വോട്ട് ചെയ്തത്. അതേസമയം പാലായിലെ കാര്യം കൊടുക്കും. പാലായിൽ 3 പേരും കട്ടയ്ക്ക് മത്സരിക്കുകയാണ്. പക്ഷേ മുൻതൂക്കം എഡ്ജ് ജോസ് കെ മാണി. അതെ, ഈ ഒരു അവസരത്തിൽ പുള്ളി ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകും. അതിന്റെ കാരണം ജോസ് കെ മാണി ജയിച്ചാൽ ജോസ് കെ മാണി നന്ദി പറയേണ്ടത് ഷോൺ ജോർജിനാണ്. കാരണം ഈ പാലായിലെ മാത്രമുള്ള പ്രത്യേകത, കേരളത്തിൽ ഈ പിണറായി വിരുദ്ധ തരംഗം എന്ന് പറയുന്നത് പോലെ തന്നെ പാലായിൽ ഒരു ജോസ് കെ മാണി വിരുദ്ധ വികാരമുണ്ട്. ഈ ജോസ് കെ മാണി വിരുദ്ധ വികാരം എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് വളരെ വിചിത്രം. കാരണം മാണി സാറിനെ ഇഷ്ടപ്പെടുന്നവരാണ് ഈ ജോസ് കെ മാണി വെറുക്കുന്നത്. അവിടെയാണ് അതിന്റെ എന്താണെന്ന് അറിയത്തില്ല. മാണി സാർ എന്ന് പറഞ്ഞാൽ ചാകുന്ന ആളുകൾ ജോസ് കെ മാണി എന്ന് പറഞ്ഞാൽ കൊടുക്കത്തില്ലാത്തൊരവസരം. അപ്പോൾ കഴിഞ്ഞ തവണ ഈ ജോസ് കെ മാണി വിരുദ്ധ വോട്ടും കുറച്ച് BJP വോട്ടുമാണ് കാപ്പനെ രക്ഷിച്ചത്. ഇക്കുറി സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ ജോസ് കെ മാണി വിരുദ്ധ വോട്ട് സ്പ്ലിറ്റ് ആവും. കാപ്പനും പോവും, ഷോണിനും പോവും. BJP വോട്ട് മൊത്തം ഷോണിന് കിട്ടും, ഒരു വോട്ട് പോലും പോകത്തില്ല. കാരണം ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ. അതുകൊണ്ട് പാലായിൽ കടുത്ത ത്രികോണ മത്സരമാണ്. കേരളത്തിലെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം അവിടെയാണ്. മറ്റൊന്ന് പൂഞ്ഞാറാണ്. പൂഞ്ഞാറിലെ സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഒരു സാമ്പിൾ ഒക്കെ എടുക്കുന്ന സമയത്ത് ജോർജ് മുമ്പിലാണ്. പിന്നെ അത് ഫൈനലൈസ് ചെയ്യുമ്പോഴാണ് ജോർജ് അല്പം പുറകോട്ട് പോകുന്നത്. അപ്പോൾ അതൊരു ക്രിസ്ത്യൻ സഭയുടെ ഒരു വലിയ പിന്തുണ ജോർജിന് ഉണ്ടായിരുന്നു. അതിപ്പോൾ കുറഞ്ഞു എന്നൊക്കെ പറയുന്നു. ജോർജ് എന്നെ വിളിച്ച് ചീത്ത വിളിച്ചു. എന്നോട് ആരാ പറഞ്ഞു, ഒരു കുറച്ചിലും കുറഞ്ഞിട്ടില്ല. ഇവിടെ ഈ കത്തനാന്മാർ പറയുന്ന അല്ല ആളുകൾ കേൾക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് പൈസ ലാഭമാക്കിയിട്ടുള്ള ജോർജ് എന്നോട് വിളിച്ചു ചോദിച്ചു. പുള്ളി ഇപ്പം മൊത്തത്തിലൊരു എന്താ പറയുന്നത്, എല്ലാം മേക്കപ്പ് ചെയ്ത് പാച്ചപ്പ് ചെയ്ത് വരികയാണ്. അതിനകത്ത് ജോർജ് അവിടെ മത്സരിക്കരുതായിരുന്നു. അവിടെ തൊടുപുഴ ഈരാറ്റുപേട്ട മത്സരിക്കുന്നത് ഷോൺ. കാരണം ഈ ഷോൺ ബഹുമെടുക്കാനാണ്. ഷോൺ ഈരാറ്റുപേട്ട അല്ലെങ്കിൽ ഈ പൂഞ്ഞാറ് മത്സരിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വിജയം ഉറപ്പായിരുന്നു. ഇപ്പൊ രണ്ടിടത്തും വിജയ സാധ്യത ഉണ്ടെങ്കിലും നമ്മുടെ സർവേയിൽ രണ്ടിടത്തും അങ്ങോട്ട് മാറിയാലും മതിയായിരുന്നല്ലേ. അല്ല, ജോർജ് മത്സരിക്കായിരുന്നു. കാരണം ഒരേ സമയം 2 പേരെ മാനേജ് ചെയ്യാൻ പാടാണ്. ഇപ്പൊ ജോർജിന്റെ മത്സരത്തിന്റെ മുഴുവൻ ചുക്കാൻ പിടിച്ചിരുന്ന ഷോണായിരുന്നു. ഷോൺ മത്സരിക്കാൻ വന്നതോടുകൂടി അതും ഇതില്ലാതെ അത് സത്യത്തില 2 പേരുടെ ഒരിക്കലും നിൽക്കരുത്. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് വന്നാൽ നമ്മളിപ്പോൾ അങ്ങനെ വരുന്നു, മലബാറിലെ കണക്ക് വരുന്നു, കാസർഗോഡൊക്കെ ഇനിയും മാറ്റം വരാം. അതായത് കാസർഗോഡ് നമ്മുടെ സർവേയിൽ എനിക്ക് തോന്നുന്നത് UDF-ന് 1 സീറ്റേ പറയുന്നുള്ളൂ. ഏതാണെന്നറിയാമോ? ഉദുമയാന്ന് തോന്നുന്നു. ഉദുമയാണോ? അല്ല, കാസർഗോഡാണ്. നമ്മൾ പറഞ്ഞത്. മറ്റേതോടെ നമ്മൾ മഞ്ചേശ്വരം UDF-നും ആവാം, BJP-ക്കും ആവാം. ഞാൻ 34 വരുമ്പോ UDF തന്നെ ആയിരിക്കും. അത് അറിയാൻ പറ്റത്തില്ല. കാരണം അത് ട്രെൻഡ്, UDF-ന് അനുകൂലമായ ട്രെൻഡാണ് കേരളത്തിൽ മുഴുവൻ ഉണ്ടാകുന്ന UDF ആയിരിക്കും. അങ്ങനെയല്ല, അത്തരമൊരു ട്രെൻഡ് ഇല്ലെങ്കിൽ സുരേന്ദ്രൻ ജയിക്കാം. അതാണ് അവിടുത്തെ പ്രശ്നം. പക്ഷേ ഈ ഉദുമ അടക്കമുള്ള മണ്ഡലങ്ങളിൽ വേണമെങ്കിൽ ഉടുമ, തൃക്കാക്കര, ഇപ്പൊ അവിടെ കാഞ്ഞങ്ങാട് കിട്ടത്തില്ല. കാഞ്ഞങ്ങാട് ഒഴികെ ബാക്കിയെല്ലാം അവിടെ ഇപ്പോൾ തൃക്കാക്കരയും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും കാഞ്ഞങ്ങാടും ഉദുമ ഇപ്പോൾ LDF-നാണ്. പക്ഷെ ഉദുമയും തൃക്കരിപ്പൂരും പോലും നല്ലൊരു ട്രെൻഡ് ഉണ്ടായെങ്കിൽ
കിട്ടും. LDF അത് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഈ ട്രെൻഡ് ഉണ്ട്, തരംഗമുണ്ട്, എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ സർവേയിൽ നമുക്ക് നല്ല പകുതിയോളം ഉണ്ട് UDF. പക്ഷേ അവിടുന്ന് മാതൃഭൂമിയുടെ ഒരു സീനിയർ റിപ്പോർട്ടറിനെ വിളിച്ച് പറഞ്ഞു, നീ എഴുതി വെച്ചോടാ, കൊയിലാണ്ടിയും പേരാമ്പ്രയും UDFനാന്ന് തന്നെ വിളിച്ചു പറഞ്ഞു. അവിടുത്തെ പൾസ് അറിയാം, നീ എഴുതി വെച്ചോടെ, നമ്മളോട് നല്ല കമ്പനിയാണ്, എന്നോട് നീ എഴുതി വെച്ചോ, കൊയിലാണ്ടിയും പേരാമ്പ്രയും UDFനാണ് എന്നോട് പറഞ്ഞു. അപ്പം ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അവിടെ ഉണ്ടാവും. അതേസമയം എറണാകുളത്ത് ഞാൻ ഈ പറഞ്ഞ മാതിരി വൈപ്പിനിലോ അല്ലെങ്കിൽ അവിടെയോ വൈപ്പിനും കളമശ്ശേരിയൊക്കെ നമ്മുടെ സർവേയിൽ നിന്ന് മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മളെടുത്ത് സർവേ എടുത്തിട്ട് ഒരാഴ്ചയായി. അതെ അതെ, അത് കഴിഞ്ഞ് ഈ 2 ദിവസത്തിനുള്ളിലാണ് ബാക്കി കാര്യങ്ങൾ എല്ലാം വരാൻ പോകുന്നത്. ആ ഒരു സമയത്ത് വരുന്ന, പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം തരംഗം ശക്തമാണ്. ഈ മറ്റ് ചാനലുകളുടെ പെയ്ഡ് സർവേ ആണെന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് ആരോപണം. ഈ ചാനലുകളുടെ ഈ സർവേകളുടെ ഫലങ്ങൾ ഈ ജനങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, ഈ ചാനലുകളുടെ സർവേ സംഭവിക്കുന്നത് എനിക്ക് പെയ്ഡ് ആണോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, നമ്മളത് അങ്ങനെ പറയാൻ ആളല്ല. ചാനലുകളുടെ സർവേക്ക് 3 കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, ഇവർ ഈ പിണറായി കോടികൾ മുടക്കി നടത്തിയിരിക്കുന്ന ഒരു ക്യാമ്പയിനുണ്ട്. ആ ക്യാമ്പയിൻ്റെ ആ ഹാങ് ഓവറിൽ നിന്ന് മാറാൻ ഇവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇവർ ഒന്നാമത്തെ കാര്യം ഒരു ഫീൽഡിൽ പോയി സർവേ നടത്തുന്നില്ല. ഫീൽഡ് റിപ്പോർട്ട് അവർ ലേഖകന്മാരോട് ചോദിച്ചാൽ പോലും അറിയാൻ പറ്റും, പക്ഷേ ഫീൽഡിൽ അവർ നടത്തുന്നില്ല. അവർ ഫോൺ വിളിച്ചെടുക്കുന്നു എന്നാണ്. നമ്മുടെ ഏതോ ഒരു നടിയിൽ എഴുതിയിരിക്കുന്നു, ഫോണിൽ എടുക്കുന്നത്, നിങ്ങൾ ഇന്നയാൾ ജയിക്കുമെങ്കിൽ ഇന്ന നമ്പർ അമർത്തുക. ഇതൊക്കെ അമർത്താൻ ആരും നിൽക്കുന്നത്? ഇപ്പം നമ്മൾ പരസ്യമായിട്ട് നേരെ കൊണ്ട് ഡയറക്റ്റ് കൈ മുഖാമുഖം കൊണ്ട് കൊടുത്തിട്ട് ചെയ്യാത്ത ആൾക്കാർ ഈ ഫോണിൽ ഇപ്പം അതിനകത്തൊക്കെ വിദ്യാഭ്യാസമുള്ള പ്രായം ചെന്ന ആൾക്കാർ എങ്ങനെ അമർത്തും? ഇപ്പം നമ്മളെ ഞെട്ടിച്ച ഒരു സംഭവം, ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടി റെസ്പോണ്ട് ചെയ്തത് സ്ത്രീകളാണ്. അതായത് സ്ത്രീകൾ ഉത്സാഹത്തോടെയാണ് ഫോം മേടിച്ച് പൂരിപ്പിച്ച് ഇങ്ങോട്ട് തരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് അവർ നമ്മുടെ ചില കടയിൽ നമ്മൾ ചെല്ലുമ്പം നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുക, ഇവർ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നു. നമ്മളോട് എതിർപ്പുള്ളവരോ പാർട്ടിക്കാർക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മളോട് എതിർപ്പുള്ളവരെന്ന് പറഞ്ഞാൽ നമ്മൾ കുന്നത്ത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം മറുനാടനാണെന്ന് പറഞ്ഞ ഒരാൾ എണീറ്റങ്ങ് പോയി. പിന്നെ കുന്നാടെന്ന് വെച്ചാൽ എല്ലാവരും നമുക്കെതിരാ, കോൺഗ്രസ്. അതെ, പക്ഷേ അവിടെ നമ്മൾ ചെന്നപ്പം മറുനാടനാണോ, ചിലരൊക്കെ ഒരു പുച്ഛച്ചിരിയൊക്കെ വെച്ചിരിക്കും, എന്നാലും അവർ ഒപ്പിട്ടൊക്കെ തരും. അപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണ് ചുങ്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. ചുങ്കപ്പാറ ഞങ്ങൾ മനഃപൂർവ്വം പോയതാണ്. കാരണം റാന്നിയുടെ ഒരു പൾസ് അറിയണമെങ്കിൽ ചുങ്കപ്പാറ മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയ ആണ്, ഭൂരിപക്ഷമായിട്ടുള്ള സ്ഥലം. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് മറുനാടാണെന്നൊക്കെ. അതിനുശേഷം അദ്ദേഹം നേരെ നമ്മുടെ വണ്ടിയുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കും, നിങ്ങളുടെ ഷായസ്കറി ഒരു വർഗീയവാദിയാണ്, അയാൾ ഇസ്ലാമിനെ കടന്നാക്രമിക്കുകയാണ്, ഇസ്ലാമിനെക്കുറിച്ച് അയാൾക്ക് ഒരു ചുക്കും അറിയില്ല, ഒന്നും അറിയാത്ത അയാൾ ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഇസ്ലാം ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഞങ്ങളെന്തോ തീവ്രവാദികളാണ്, ഞങ്ങൾ മൊത്തം ആൾക്കാരും ഇതാണെന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞു, നമ്മൾ അങ്ങനെ പറയുന്നില്ല, നമ്മൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അല്ലേ കുറ്റം പറയുന്നുള്ളൂ, അല്ലെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അല്ലേ വിമർശിക്കുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊന്നില്ല, എല്ലാ ഇസ്ലാമും പൊളിറ്റിക്കലാണ്. ഇതാണ് സംഘികൾ, തീവ്ര സംഘികൾ പറയുന്നത് ഇത് തന്നെയാണ്. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, താങ്കളുടെ പ്രതികരണം ഞങ്ങൾ വീഡിയോ ആക്കി കൊടുക്കാം, ക്യാമറയുടെ മുമ്പിൽ പറയാമെന്ന് ചോദിച്ചു. അല്ല അത് വേണ്ട. അല്ല ഞാൻ പറഞ്ഞു, ഷാജൻ സ്കറിയോട് നിങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇത് റെക്കോർഡ് ചെയ്യാൻ അദ്ദേഹത്തിന് കൊടുക്കാം, നിങ്ങളുടെ അഭിപ്രായമായിട്ട് ഞങ്ങളുടെ ചാനലിൽ കൂടെ ഞങ്ങൾ ഇത് സംപ്രേഷണം ചെയ്യാം. അത് പുള്ളിക്ക് വേണ്ട. കാരണം ഇത്രയും ഒരു നമ്മളെ വിമർശിച്ചുകൊണ്ട് ഒരാൾ വരുന്നു, അദ്ദേഹത്തിന് ഇപ്പോൾ തോന്നിക്കാണുമായിരിക്കും നമ്മൾ വിമർശിക്കുക, നമ്മൾ കൊടുക്കത്തില്ലേ, നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് എന്തോ, അത് വേണ്ട കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുക, അദ്ദേഹത്തിന് ഇസ്ലാം മതത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ള കാര്യം അറിയിക്കുക. അപ്പം നമ്മൾ ഈ ചാനലുകൾക്ക് പറ്റുന്ന മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ഫീൽഡ് പൾസ് അറിയാൻ പറ്റുന്നില്ല, ഇവർ ഏജൻസികൾ ഏൽപ്പിക്കുന്നു. പിന്നെ ഇവരുടെ പിണറായിയിൽ നിന്നും ഇവർക്ക് ലക്ഷങ്ങൾ കിട്ടിയിട്ടുള്ളതുകൊണ്ട് എപ്പോഴാണ് ഇതിനു വേണ്ടായിരിക്കത്തില്ല, അവർക്ക് ആ ഹാങ് ഓവറെ മറികടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത്തരം ഒരുപാട് കാരണങ്ങൾ ഉള്ളത് കൊണ്ടും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇവർ ഈ CPM ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയൊരു എക്കോ സിസ്റ്റം ഉണ്ട്. അതായത് അത് ഭയങ്കരമാണ് കേട്ടോ, ആ ഒരു ഭയങ്കരമാണ്. അതിനകത്ത് നമുക്കറിയാം, നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായിട്ട് ഈ ഫേസ്ബുക്കിൽ വന്നിരുന്ന ഈ എഴുതുന്ന ആൾക്കാർ, ഇവരൊക്കെ ഏത് ലോകത്തിരുന്നുകൊണ്ടാണ് ഇത് എഴുതുന്നതെന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാവുന്നത്. ഈ കൺമുന്നിൽ കണ്ടിട്ട് വന്ന ആൾക്കാരാണ്. നമ്മൾ കൺമുന്നിൽ കണ്ടിട്ട് വന്ന ആൾക്കാരുടെ പ്രതികരണം രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നവരുടെ മുമ്പിൽ നിന്ന് വന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് LDF തരംഗം, കനത്ത മുൻതൂക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് എവിടെ സംഭവിച്ചു. ഇതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഈ നാട്ടിലോട്ടൊന്ന് ഇറങ്ങി ഏറ്റവും കൂടുതൽ പണം തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കുന്നത് LDF ആണ്. എവിടെ നിന്നാണ് ഈ പണം? നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പോകാം. എന്തായാലും മറുനാടൻ്റെ സർവേ ഫലം വ്യക്തമാക്കി പറയുന്നൊരു കാര്യം UDFൻ്റെ ഭരണമാണ്, LDFൻ്റെ ഭരണം അവസാനിക്കും എന്നുള്ളതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ 81 സീറ്റ് എന്ന് വെച്ചാൽ കംഫർട്ടബിൾ മജോറിറ്റി ഉണ്ടാകും. പക്ഷേ ഒരു വലിയ തരംഗം
കഴിഞ്ഞ 2 ദിവസമായി രൂപപ്പെട്ട് വരുന്ന ഒരു തരംഗമാണ് ഈ SDPI വിഷയത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഒരു 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 സംഭവം. അതും ആഞ്ഞടിച്ചാൽ ഒരുപക്ഷെ 90 മുകളിലേക്ക് പോകാം. ഈ സതീശൻ പറയുന്ന ഒരു 100 പോലും ആവാം. എന്തായാലും LDFിൻ്റെ ഭരണം അവസാനിച്ചു എന്ന സൂചനയാണ് നൽകുന്നത്. വളരെ വ്യക്തമായി ആധികാരികമായി ഫീൽഡിൽ ഇറങ്ങി ഏതാണ്ട് 10 ദിവസത്തോളം കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ റിപ്പോർട്ടുണ്ടാക്കിയിരിക്കുന്നത്. എങ്കിലും തെറ്റുകളുണ്ടാവാം, ചില മാറ്റങ്ങൾ വന്നേക്കാം. നമുക്ക് കാത്തിരിക്കാം. ഇനി 1 മാസം കൂടെ കാത്തിരിക്കണം. അല്ല, നമുക്കിപ്പോ ഇത് എക്സിറ്റ് പോൾ വരുമ്പോൾ അറിയാമല്ലോ, ഏകദേശം അറിയാൻ പറ്റും. നന്ദി. നമസ്കാരം.